ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടൂ വീലർ ഓടിക്കുമ്പോൾ നിർത്തുമ്പോഴും, അതായത് നമ്മൾ വണ്ടി കൊണ്ടുപോയിട്ട് നിർത്തുമ്പോഴും, പിന്നെ രണ്ടാമത് മൂവ് ചെയ്യുമ്പോഴും, അത് സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ടാമത് മുന്നോട്ട് പോകുമ്പോഴും ബാലൻസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള കുറേ പരാതിയുണ്ട്. അപ്പം അതിനുള്ള ഒരു റിപ്ലൈ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കേണ്ട വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾ കാലെടുത്ത്, ഈ വണ്ടി ഓടിക്കുമ്പോൾ കാലെടുത്ത് ഇങ്ങനെ മുകളിലോട്ട് വെക്കുമല്ലോ, അത് നിങ്ങൾ കാല് മുകളിലോട്ട് എടുത്ത് വെച്ചിട്ട്, ഇപ്പം ഞാൻ ബൈക്കിന്റെ കാര്യം ഞാൻ പറയുന്നില്ല, ഞാനിപ്പം ലേഡീസിനുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. സ്കൂട്ടി ഓടിക്കുമ്പോൾ ഉള്ള പ്രശ്നത്തിനാണ് ഞാനിപ്പോൾ പറയുന്നത്. എല്ലാവരും ഇത് കമ്പയർ ചെയ്ത് ബൈക്കും സ്കൂട്ടി ആയിട്ട് കമ്പയർ ചെയ്യരുത്. കാരണം അതുപോലെ ഇപ്പം ഞാൻ പറഞ്ഞ സ്കൂട്ടി പറഞ്ഞ പോലെ അല്ല ബൈക്കിൽ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ ടൂ വീലർ ഓടിക്കുന്ന പെൺകുട്ടികൾക്കും എന്താ പറയുക, ലേഡീസിനും, ഓക്കെ, ലേഡീസിന് ഉള്ള പ്രശ്നമാണ് ഞാനിപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ വണ്ടി നമ്മൾ അവിടെ നിർത്തണം എന്ന്, ഒരു സ്ഥലത്ത് നിർത്തണം എന്ന് ആലോചിച്ചിട്ട് പോകുമ്പോൾ കുറച്ച് നേരത്തെ വിചാരിക്കുക അവിടെ നിർത്താറുണ്ട് എന്ന് വിചാരിച്ച് പോവുക. എന്നിട്ട് വണ്ടി സ്ലോ ചെയ്യുക. അവിടെ സ്ലോ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ വണ്ടി ചെറിയൊരു സ്ലോ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ കാല് താഴെ ഇടരുത്. കുറച്ച് നിങ്ങൾക്ക് ബാലൻസ് കിട്ടാതെ ഒരു സ്ലോ ആവൂലേ, നന്ന സ്ലോ ആയിട്ട് വരുമ്പോൾ മാത്രം നിങ്ങൾ കാല് താഴോട്ട് ഇടുക. അല്ലാതെ നിങ്ങളില്ലേ ഒറ്റയടിക്ക് ബ്രേക്ക് പിടിക്കും താഴെ കാലം വെച്ചിട്ടുണ്ടെങ്കിലല്ലേ വണ്ടി നിങ്ങൾക്ക് ബാക്കിലിട്ട് ആരെങ്കിലും ഒരാൾ എടുത്തിട്ടുണ്ടെങ്കിൽ അവർ താഴെ വീഴും, ഉറപ്പാണ്. അപ്പം അങ്ങനെ ചെയ്യരുത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ്. നിങ്ങൾ ഒരു സ്ഥലത്ത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ, വണ്ടി സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഒരു എന്താ പറയണ്ടേ, കുറച്ച് ദൂരെ നല്ല സ്ലോ ആക്കിക്കൊണ്ട് വരിക. അവിടെ എത്താറാകുമ്പോഴത്തേക്കിനും കുറച്ച് സ്ലോ ആക്കി വണ്ടി നിൽക്കുന്ന രീതിയിലേക്ക് എത്തിക്കുക. അല്ലാതെ ഒറ്റയടിക്ക് ബ്രേക്ക് പിടിച്ച് നിർത്തരുത്. അങ്ങനെ അവിടെ ഇവിടെ നിർത്തണം എന്ന് പറഞ്ഞാൽ ബ്രേക്ക് അടിച്ച് ഒരൊറ്റ നിർത്തലല്ല. അപ്പോൾ കുറച്ച് നേരത്തെ ബ്രേക്ക് പിടിച്ചോണ്ട് വരിക. ആക്സിലേറ്റർ ഫുള്ളായിട്ട് കുറച്ച് കൊടുക്കുക. എന്നിട്ട് ബ്രേക്ക് കുറച്ചായിട്ട് ഇങ്ങനെ പിടിച്ചോണ്ട് വരിക. കുറച്ച് പ്രസ് ചെയ്ത് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. സ്ലോ ആയതിനു ശേഷം മാത്രം, നല്ല രീതിയിൽ സ്ലോ ആയതിനു ശേഷം മാത്രം ഇത് ബ്രേക്ക് നല്ല രീതിയിൽ പിടിക്കുക. എന്നിട്ട് ആ ബാലൻസ് കിട്ടാത്ത സ്ഥലം വരുമ്പോൾ, നമ്മൾ സ്ലോ ആക്കിക്കൊണ്ട് വരുമ്പോൾ നമുക്ക് എപ്പോഴാണോ ബാലൻസ് കിട്ടുന്നില്ല എന്ന് തോന്നുന്നു, അപ്പോൾ നിങ്ങൾ കാല് താഴോട്ട് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ബാലൻസ് ഒക്കെ കിട്ടും. ഒരു പ്രശ്നമില്ലാതെ ബാലൻസ് കിട്ടും. ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇത് പറയുന്നത് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ലല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സ്ലോ ചെയ്ത് നമ്മൾ നിർത്തുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കി. അതിന് അടുത്തത് വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ വണ്ടി നിർത്തിയ അടുത്തുനിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോകാനുള്ള പ്രശ്നമാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ, ഞാനിപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഞാനിപ്പോൾ ബ്രേക്കിൽ കൈ പിടിച്ചിട്ടുണ്ട്. ഓൾറെഡി ബ്രേക്കിൽ നല്ല രീതിയിൽ കൈ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ബ്രേക്കിൽ കൈ ജസ്റ്റ് കുറച്ചായിട്ട് ഇങ്ങനെ വിട്ടു കൊടുക്കുക. ആക്സിലേറ്റർ കുറച്ചായിട്ട് കൂട്ടി കൊടുക്കുക. കാല് താഴെ വെക്കുക. ഇപ്പം ഞാൻ താഴെ വെച്ചിട്ടുണ്ട്. ഇതേപോലെ കാല് താഴെ വെക്കുക. എന്നിട്ട് കുറച്ചുകൂടി സ്പീഡായതിനു ശേഷം മാത്രം മുകളിലോട്ട് കാലെടുത്ത് വെക്കുക. അല്ലാതെ നിങ്ങൾക്ക് ബാലൻസ് കിട്ടിയതിന് ശേഷം മാത്രം കാലെടുത്ത് മുകളിലോട്ട് വെച്ചാൽ മതി. അല്ലാതെ പെട്ടെന്ന് കാലെടുത്ത് മുകളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ് കിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ കുറച്ച് സ്പീഡായതിനു ശേഷം ഞാൻ കാലം മുകളിലെടുത്ത് വെക്കും. നിങ്ങളിപ്പോൾ കാണാം, ഞാനിപ്പോൾ വണ്ടി എടുത്ത് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലാണ്. ഞാനിപ്പോൾ ബ്രേക്ക് പിടിച്ചിട്ടുണ്ട്. ആക്സിലേറ്റർ ചെറുതായിട്ട് കൊടുക്കുവാണ്. ബ്രേക്ക് വിടുന്തോറും ആക്സിലേറ്റർ കൂട്ടി കൊടുക്കുന്നുണ്ട്. കാല് താഴെ ഇടുന്ന് ഇപ്പം മുകളിലോട്ട് വെക്കാൻ പോവാണ്. ഇപ്പൊ വരുമ്പോഴും അതേപോലെ വണ്ടി നല്ല രീതിയിൽ സ്ലോ ആയതിനു ശേഷം മാത്രം കാല് താഴോട്ട് ഇടാം. ഓക്കെ, അല്ലാതെ നിങ്ങൾ കാല് താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ കാല് ചിലപ്പോൾ ഇങ്ങനെ മടങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ കുറച്ച് സ്പീഡ് ഉണ്ടാകുമ്പോൾ കാല് താഴോട്ട് ഇടരുത്. നല്ല രീതിയിൽ സ്പീഡ് കുറഞ്ഞ് നമുക്ക് ബാലൻസ് കിട്ടുന്നില്ല ആ രീതിയിൽ വരുമ്പോൾ മാത്രം നിങ്ങൾ കാല് താഴോട്ട് ഇടാം. അതേപോലെ തന്നെ മൂവ് ചെയ്യുമ്പോഴും കാല് താഴെ നിന്ന് മുകളിലോട്ട് വെക്കുമ്പോൾ ബാലൻസ് കിട്ടി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം കാലെടുത്ത് മുകളിലോട്ട് വെക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID
ഫോളോ ചെയ്യാൻ മറക്കരുത്. എന്റേത് മോളുടെയും. മോൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുക എന്റേതെന്ന്. അപ്പം ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തില്ലെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ പോയി ഒന്ന് ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ഒന്ന് ഫോളോ ചെയ്യാം. അപ്പൊ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഒരു ദിവസം വരുന്നതായിരിക്കും. അതുവരെ ബൈ.